ഈ വിഷയമുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഇതിലൊരു ക്രിമിനൽ സ്വഭാവമുണ്ട്, ഒരു ക്രൈമുണ്ട്. ഈ ക്രൈമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പ്രണയമുണ്ടാകാം, റിലേഷൻഷിപ്പ് ഉണ്ടാകാം, അതിനകത്ത് തർക്കങ്ങളുണ്ടാകാം, അവർ പരിഹരിക്കാതിരിക്കുകയോ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇവിടെ എന്താണ്, പ്രണയിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇയാൾ ഏകകാമുകനുള്ളത്. ഇയാളെ സംബന്ധിച്ച് വേട്ടക്കാരനാണ്. ഇരകളിലൊന്നു മാത്രമാണ് ഈ കുട്ടികൾ എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് ഇതിൻ്റെ അതിന് പിന്നിലാണ് ക്രൈമുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽ ആറ്റിറ്റ്യൂഡുണ്ട്. അദ്ദേഹം അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയപ്പെടുന്ന വലയിലാക്കി കൂട്ടിലാക്കുക എന്ന് പറയപ്പെടുന്ന നയമാണ്. ആ നയത്തിൽ ഇരയാക്കപ്പെട്ട നിരവധി പെൺകുട്ടികളുണ്ട്. പലരും പുറത്ത് പറയുന്നില്ല. തൃശ്ശൂരിലെ തന്നെ വലിയ ഒരു കാര്യം വി.ഡി. സതീശൻ അറിയാമല്ലോ. എന്തുകൊണ്ടാണ് അത് പുറത്ത് പറയാത്തത്? വേറെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ട് ഷാഫി പറമ്പിൽ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് MLA ആയതിനു ശേഷം പെട്ടെന്ന് തെളിഞ്ഞ ഒരു തലച്ചോറിലെ ഒരു സ്വഭാവമല്ല ഇത്. അവിടെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇത് കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഈ വ്യക്തിക്ക് ഈ അസ്ഥിതയുണ്ടെന്നും ഈ സ്വഭാവ ശൈലി ഉണ്ട് എന്നും വളരെ കൃത്യമായിട്ട് അറിയാം. അത് ഷാഫിക്കും നന്നായിട്ടറിയാം, സതീശനും നന്നായിട്ടറിയാം, വേണുഗോപാലിനും നന്നായിട്ടറിയാം. ഇന്ന് ഉമാ തോമസ് പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഭാര്യയും അതേ അഭിപ്രായം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോൺഗ്രസിൻ്റെ വിവിധ ആളുകൾ പറയുമ്പോഴും ഒരു കാര്യം അത് ശ്രദ്ധിക്കണം. ഇന്നലെ ഒരു സുപ്രീം കോടതി വക്കീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. എന്താണെന്നറിയാമോ? എത്ര മോശകരമായിട്ടാണ് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കണമെന്നറിയാമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പവസ്ത്രം ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു സുപ്രീം കോടതിയിൽ ഒരു വനിതാ വക്കീലാണ് ഈ സംഭവം ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നിരവധി ആളുകൾ സപ്പോർട്ടുമായി വരുന്നു. എവിടെയാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും അടക്കമുള്ള ആളുകൾ ഒറ്റ സ്വരത്തിൽ ഒരേ കെട്ടിൽ എതിർക്കുന്നത്? അവിടെയാണ് മാധു ചൂണ്ടിക്കാണിച്ച വിഷയം. ഇത് ഒരു വ്യക്തിയുടെ പ്രണയമോ പ്രണയത്തിലുണ്ടാകുന്ന റിലേഷൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ റിലേഷനിലുണ്ടായിട്ടുള്ള തർക്കങ്ങളോ അതിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളോ കയ്യബദ്ധങ്ങളോ ഒന്നുമല്ല. ഇതൊരു ക്രിമിനൽ മനോഭാവത്തോടു കൂടി ഇൻറ്റൻഷനോടുകൂടി ചില സ്വഭാവത്തിൻ്റെ മാക്സിമം കാണിക്കുന്നതിന് വേണ്ടി ഇരയെ വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരനായി ഒരു ജനപ്രതിനിധി, ഒരു MLA മാറുമ്പോൾ ആ MLAയെ കൃത്യമായി പുറത്താക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? കോൺഗ്രസ് പാർട്ടിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ നേതാക്കന്മാരും ഇങ്ങനെയാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തം നിറവേറ്റപ്പെടേണ്ട സമയമാണിത്. അതിന് മറ്റ് കേസുകൾ വെച്ച് തുലനം ചെയ്യുകയല്ല വേണ്ടത്. ഈ വിഷയം എന്ന് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട നൗഷാദ് അലി, ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണ്. അതൊരു അസുഖമാണ്, അതൊരു സൂക്കേടാണ്, അത് നല്ല വേഷം കെട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എടുത്ത് പുറത്തേക്കിട്ടത്. അപ്പം അതിനെ േണ്ട ഉത്തരവാദിത്തം ജനങ്ങൾക്കില്ല. അതിനെ വഹിക്കേണ്ട ഉത്തരവാദിത്തം പാലക്കാട് ജനങ്ങൾക്കുമില്ല, കേരളത്തിലെ ജനങ്ങൾക്കുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ക്രിമിനൽ മനോഭാവത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ കൃത്യമായ നിലപാടെടുക്കണം. രണ്ടാമത്തെ കാര്യം, മാധു ഒരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പ്രബുദ്ധ കേരളം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇവിടെ അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമുണ്ടെന്ന് പറയാറില്ലേ? എവിടെയാണ് ഈ സ്ത്രീകളടങ്ങുന്ന പല സ്ത്രീകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്ന് കാണാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ചിലർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എവിടെയാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള എലമെൻ്റ് ഉള്ളത്? ഗോവിന്ദച്ചാമിയുടെ സൂക്കേട് എന്താണ്? ഇയാൾ കാണിക്കുന്ന സൂക്കേട് എന്താണ്? ഒരാൾ പോളിഷ്ഡ് ആണ് എന്നും ഒരാൾ ജയിലിലാണ് എന്നുള്ളതാണ് ഇതിന് തമ്മിൽ താരതമ്യം എന്ന് പറയപ്പെടുന്നത്. പോളിഷ്ഡ് ആയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീരവാദം പറയുന്നതിൽ അർത്ഥമില്ല. അത് നിഷേധിക്കാൻ ഇയാൾക്ക് അവകാശമുണ്ട്, ഇയാൾക്ക് നിഷേധിക്കാം. അതുപോലും ഇയാൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇയാൾക്കറിയാമല്ലോ കൃത്യമായിട്ട് ചെയ്ത ഓരോ പ്രവർത്തികളും. അപ്പം നിഷേധിച്ചാൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടല്ലേ അയാൾ അത് നിഷേധിക്കാത്തത്. അപ്പോൾ കേരളം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന പാലക്കാട് MLA രാജിവെക്കണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. അത് ഒരു രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വവും ധാർമ്മികതയും പൊതുസമൂഹത്തിനോട് കാണിക്കേണ്ട ബാധ്യതയുമാണ്. അത് കൃത്യമായി കാണിച്ചില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി വരും ദിവസങ്ങളിൽ ഒരു സംശയവും വേണ്ട, ആട്ടപ്പടലം തകർന്ന് തരിപ്പണമായി പോവും. കാരണം വനിതകളുടെ ആ ഫലം വനിതകൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കും നൗഷാദ് അലിയെ. കാരണം അത്രയ്ക്കും മോശമായിട്ടാണ് ടിയാന്റെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്നതും ഈ കേരളത്തിൽ നടമാടിയിട്ടുള്ളതും.